നമസ്കാരം, നെളിയോര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. ചങ്ങരംകുളം ചേലക്കടവിൽ കോൺഗ്രസ് പ്രവർത്തകന്റെ വീട്ടിലേക്ക് സ്ഫോടക വസ്തുക്കൾ എറിഞ്ഞ് ഭീതി പരത്തിയ സംഭവത്തിൽ പ്രതിപിടിയിൽ. പെരുമ്പിലാവ് കരിക്കാട് സ്വദേശി 25 വയസ്സുള്ള കൊയ്തുത്തറമൽ സബിത്താണ് പിടിയിലായത്. വീട്ടിലെ നിരീക്ഷണ ക്യാമറ ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് ചങ്ങരംകുളം പോലീസാണ് കേസിൽ അന്വേഷണം നടത്തിയത്. ചേലക്കടവ് താമസിച്ചിരുന്ന വിരളിപ്പുറത്ത് റാഷിദിന്റെ വീട്ടിലേക്കാണ് ശനിയാഴ്ച പുലർച്ചെ സ്ഫോടകവസ്തു കത്തിച്ചെറിഞ്ഞ് ഭീകര അന്തരീക്ഷം സൃഷ്ടിച്ചത്. വീട്ടുകാർ അകത്തായതിനാൽ വലിയ ദുരന്തത്തിൽ നിന്നാണ് കുടുംബം രക്ഷപ്പെട്ടത്. വന്നോക്കിയപ്പോ നമ്മൾ പന്തൊരു ഫുട്ബോൾ പൊട്ടിയെടുക്കേണ്ട തീയൊക്കെ എന്താ മനസ്സിലായില്ല. അപ്പോ അത് ചെറിയ ഗുണ്ടൊക്കെ ഉണ്ട്. നമ്മൾ എന്താ പിന്നെ CCTV ഉണ്ട് ഇവിടെ. അത് നോക്കിയപ്പോഴാണ് കണ്ടത് ഒരാൾ ഹെൽമെറ്റ് ഇട്ട് വന്നിട്ട് ഇവിടെ അതൊന്ന് വരി പോണുണ്ട്. പിന്നെ കുറച്ച് ലോങ് ആയിട്ടൊരു മണ്ണെണ്ണ ഒഴിച്ച പോലത്തെ സാധനം എറിയുന്നുണ്ട്. പുറത്തേക്ക് ആദ്യം വന്നത്, എന്നിട്ട് അവിടെ നിന്ന് എടുത്തിട്ട് അകത്തേക്ക് ഇട്ടുകയാണ്. അപ്പോൾ ഇവിടെ ആകെ കത്തി കരിവാളിപ്പും അതുപോലെ തന്നെ ഒരു ഫുട്ബോൾ കത്തിക്ക്, പിന്നെ വാതിലിന്റെ അവിടെ ചെറുതായിട്ട് ഒരു കത്തിയൊരു ഇത് അങ്ങനെ ഉണ്ടായിരിക്കണത്. പിന്നെ ഒരു ഗുണ്ട് പൊട്ടാണ്ട് ഇരിക്കുന്നുണ്ട്. അപ്പോൾ പോലീസ് വന്നിട്ട് പുറത്ത് മാറ്റി വെച്ചേക്കാണ്. പൊട്ടാത്ത നിലയിൽ ഒരു ഗുണ്ടും സ്ഥലത്തു നിന്നും കണ്ടെത്തിയിരുന്നു. ഹെൽമറ്റ് ധരിച്ച യുവാവ് വീട്ടിലെത്തി സ്ഫോടക വസ്തു വീട്ടിലേക്ക് കത്തിച്ചെറിയുന്ന ദൃശ്യവും ശബ്ദവും തീയും പുകയും ഉയർന്നതോടെ യുവാവ് ഓടി രക്ഷപ്പെടുന്നതും CCTVയിൽ പതിഞ്ഞിരുന്നു. വീടിന്റെ ഗേറ്റിനു മുകളിൽ CPMന്റെ കൊടി നാട്ടിയാണ് യുവാവ് രക്ഷപ്പെട്ടത്. ചങ്ങരംകുളം പോലീസും ബോംബ് സ്ക്വാഡും വിരലടയാള വിദഗ്ധരും അടക്കമുള്ള ഉദ്യോഗസ്ഥ സംഘം സ്ഥലത്തെത്തി തെളിവെടുപ്പ് നടത്തി. ആളുമാറിയാണ് പ്രതി റാഷിദിന്റെ വീട്ടിൽ അക്രമം നടത്തിയതെന്നാണ് നിഗമനം. ചങ്ങരംകുളത്തെ മൊബൈൽ ഷോപ്പിൽ നിന്നും പ്രതിയുടെ ബന്ധു തവണ വ്യവസ്ഥയിൽ മൊബൈൽ എടുത്തതുമായി തർക്കമുണ്ടായിരുന്നു. ആ ഷോപ്പിന്റെ ഉടമയാണെന്ന് കരുതി ആളുമാറിയാണ് മറ്റൊരു മൊബൈൽ ഷോപ്പിന്റെ ഉടമ കൂടിയായ റാഷിദിന്റെ വീട്ടിൽ സ്ഫോടക വസ്തു എറിഞ്ഞതെന്നാണ് വിവരം. സംഭവത്തിൽ പ്രതിയെ കൂടുതൽ ചോദ്യം ചെയ്യും. അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം കോടതിയിൽ ഹാജരാക്കും. ഒരു പടക്കം പോലെ എന്താ കാണാണ്ട്, ബോംബാണോ എന്താന്ന് വെച്ചാൽ തന്നെ. അപ്പൊ ഞാൻ വരണമെന്ന് വെച്ചാൽ പറഞ്ഞു വരുന്നും വേണ്ട എന്ന് പറഞ്ഞു. ഞാനങ്ങനെ കിടക്കുകയും ചെയ്തു. പിന്നെ ഇവിടെ പലരും ഒക്കെ വിളിക്കാൻ തുടങ്ങി. അപ്പോഴാണ് ഞാൻ ഇവരറിയുന്നത്. ആ സമയത്ത് വന്ന് നോക്കുമ്പോൾ ഇവിടെ ഒരു മോശപ്പെട്ട അവസ്ഥയാണ്. കാരണം വീടിന്റെ ഉമ്മറത്ത് സിറ്റ് ഔട്ടില് നമ്മൾ പടക്കമൊക്കെ കത്തിച്ചുണ്ടാവുന്ന അവശിഷ്ടങ്ങളും, അതുപോലെ അവിടെ ഒരു പന്ത് തന്നെയാണ്, അത് കത്തി വെച്ചിട്ടുണ്ട്. അതുപോലെ വാതിലിന് ചെറിയ പരിക്കുണ്ട്. അതുമായി ബന്ധപ്പെട്ട് പഠിക്കാതെ മാതിരി ഒരു ചുവന്ന കൊടിയും കെട്ടി തൂക്കി പോയിട്ടുണ്ട്. ഇവിടെ CCTV ഒക്കെ ഉണ്ട്. അപ്പൊ അതിന്റെ പേരില് ഒരാള് മുറ്റത്ത് വന്നിട്ട് ഒരു ഹെൽമെറ്റ് ഒക്കെ ഇട്ടിട്ട് പോണത് കണ്ട്. പട്ടാമ്പി കീഴായൂരിൽ ജപ്തി ഭീഷണിക്കിടെ വീട്ടമ്മ തീ കൊളുത്തി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തു. പട്ടാമ്പി കീഴായൂരിൽ ജപ്തി ഭീഷണിക്കിടെ വീട്ടമ്മ തീ കൊളുത്തി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ പോലീസ് കേസെടുത്തു. അസ്വാഭാവിക മരണത്തിനാണ് പട്ടാമ്പി പോലീസ് കേസെടുത്തത്. ഭർത്താവ് ഉദയൻ നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് കേസെടുത്തത്. വെള്ളിയാഴ്ചയാണ് പട്ടാമ്പി കീഴായൂർ കിഴക്കേപ്പുരയ്ക്കൽ ജയ ജപ്തി നടപടിക്കിടെ തീകൊളുത്തി ജീവനൊടുക്കിയത്. സംഭവത്തിൽ പ്രാഥമിക അന്വേഷണം പൂർത്തിയാക്കിയ ശേഷമാണ് പോലീസ് കേസെടുത്തത്. ആത്മഹത്യ ചെയ്ത കിഴക്കേപ്പുരയ്ക്കൽ വീട്ടിൽ ജയയുടെ ബാങ്ക് അക്കൗണ്ടുകളും വിശദമായി പരിശോധിക്കും. ജപ്തി നടപടികൾക്ക് മുമ്പ് മുന്നറിയിപ്പും മതിയായ സാവകാശവും നൽകിയിരുന്നുവെന്ന ഷൊർണൂർ കോപ്പറേറ്റീവ് അർബൻ ബാങ്ക് അധികൃതരുടെ വിശദീകരണവും പോലീസ് അന്വേഷണത്തിന്റെ ഭാഗമാക്കും. തീ കൊളുത്തി മരിച്ച ജയയുടെ ബന്ധുക്കളിൽ നിന്ന് പട്ടാമ്പി പോലീസ് പ്രാഥമിക മൊഴി രേഖപ്പെടുത്തിയിരുന്നു. വെള്ളിയാഴ്ച രാവിലെയാണ് 2015 വായ്പ കുടിശ്ശികയെ തുടർന്ന് കോടതി ഉത്തരവ് പ്രകാരം ഷൊർണൂർ കോപ്പറേറ്റീവ് അർബൻ ബാങ്ക് ഉദ്യോഗസ്ഥർ ജയയുടെ വീട് ജപ്തി ചെയ്യുന്നതിനായി എത്തിയത്. ഉദ്യോഗസ്ഥരെ കണ്ടതിന് പിന്നാലെ ജയ മണ്ണെണ്ണ ശരീരത്തിൽ സ്വയം ഒഴിച്ച് തീ കൊളുത്തുകയായിരുന്നു. 80% പൊള്ളലേറ്റ ജയയെ തൃശൂർ മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചിരുന്നു. ചികിത്സയിലിരിക്കെ വെള്ളിയാഴ്ച വൈകുന്നേരമാണ് മരിച്ചത്. ഷൊർണൂർ സഹകരണ അർബൻ ബാങ്ക് നടപടിക്കെതിരെ പ്രതിഷേധം ശക്തമാണ്. ഡോക്ടർ ഹുറൈർ കുട്ടിയെ പ്രശസ്തനാക്കിയത് അദ്ദേഹത്തിന്റെ ജോലിയോടുള്ള പ്രതിബദ്ധതയും ആത്മസമർപ്പണവുമാണെന്ന് മന്ത്രി MB രാജേഷ്. കൂടല്ലൂരിൽ ആയുർവേദ ചികിത്സാരംഗത്തെ അതുല്യ പ്രതിഭയായിരുന്ന
ഡോക്ടർ PKK ഹുറൈർകുട്ടിയുടെ 2ാം അനുസ്മരണ സമ്മേളനവും സൗജന്യ ആയുർവേദ മെഗാ മെഡിക്കൽ ക്യാമ്പും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. എനിക്കും അദ്ദേഹവുമായി ഏതാനും വർഷത്തെ ഉറ്റബന്ധമാണ് ഉണ്ടായിരുന്നത്. അദ്ദേഹം പലർക്കും ചികിത്സ നടത്തിയിട്ടുണ്ട്, മരുന്ന് കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഞാനും അദ്ദേഹത്തിൻ്റെ ചികിത്സയ്ക്കും മരുന്നിനും വിധേയനായ ഒരാളാണ്. സൈനസൈറ്റിസ്, വിട്ടുമാറാത്ത സൈനസൈറ്റിസിനുള്ള മരുന്ന് അദ്ദേഹം തന്നതും അത് വലിയ ആശ്വാസം പകർന്നതും ഈ സന്ദർഭത്തിൽ ഞാൻ ഓർമ്മിക്കുകയാണ്. അതിനുശേഷവും പിന്നീട് ഷിയാസും റിയാസും അവരുടെ കയ്യിൽ നിന്ന് ആവശ്യം വന്നപ്പോഴൊക്കെ മരുന്ന് വാങ്ങിയിട്ടുണ്ട്. ഡോക്ടർ ഹുറൈർകുട്ടിക്ക് അനുയോജ്യമായ സ്മാരകം നിർമ്മിക്കണമെന്ന ആവശ്യത്തിൽ കൂട്ടമായി ആലോചിച്ച് തീരുമാനമെടുക്കുമെന്ന് മന്ത്രി പറഞ്ഞു. കൂടല്ലൂർ തിത്തിമൂമ്മ മെമ്മോറിയൽ ആയുർവേദ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ അങ്കണത്തിൽ നടന്ന അനുസ്മരണ സമ്മേളനത്തിൽ മുൻ MLA VT ബൽറാം ആശുപത്രിയുടെ പുതിയ ലോഗോ പ്രകാശനം ചെയ്തു. കൂടല്ലൂരിന്റെ പുറം ലോകത്തേക്കുള്ള 2 മേൽവിലാസങ്ങളായിരുന്നു MTയും ഡോക്ടർ ഹുറൈർകുട്ടിയുമെന്ന് അദ്ദേഹം പറഞ്ഞു. കൂടല്ലൂരിന്റെ പുറം ലോകത്തേക്കുള്ള 2 മേൽവിലാസങ്ങളായിരുന്നു, ഒന്ന് MTയും ഒന്ന് ഡോക്ടർ ഹുറൈർകുട്ടിയും. ലോകത്ത് എവിടെ പോയാലും, പ്രത്യേകിച്ചും കേരളത്തിൽ എവിടെ പോയാലും കൂടല്ലൂരുകാർക്കൊക്കെ വളരെ അഭിമാനത്തോടുകൂടി എടുത്തുപയോഗിക്കാൻ സാധിക്കുന്ന മേൽവിലാസങ്ങളായിരുന്നത്. ഞങ്ങൾ MTയുടെ നാട്ടിൽ നിന്ന് വരുന്നവരാണ്, ഞങ്ങളുടെ നാട്ടിലാണ്, നിങ്ങൾ കേട്ടിട്ടില്ലേ ഹുറൈർകുട്ടി ഡോക്ടർ എന്നൊക്കെ പറയുമ്പോൾ അത് കേൾക്കുന്നയാൾ സ്വാഭാവികമായി ശരിവെക്കുന്ന 2 വസ്തുതകളാണ്. അനുസ്മരണ സമ്മേളനത്തോടനുബന്ധിച്ച് നടന്ന മെഗാ മെഡിക്കൽ ക്യാമ്പ് P മമ്മിക്കുട്ടി MLA ഉദ്ഘാടനം ചെയ്തു. ആനക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K മുഹമ്മദ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മുൻ MLA VK ചന്ദ്രൻ, PM അനീസ്, T സ്വാലിഹ്, യൂസഫ് കാരക്കാട് എന്നിവർ അനുസ്മരണ പ്രഭാഷണം നടത്തി. മെഡിക്കൽ ക്യാമ്പിൽ സൗജന്യ മരുന്നു വിതരണവും ഉണ്ടായി. ചടങ്ങിൽ തദ്ദേശ ജനപ്രതിനിധികൾ, പൗരപ്രമുഖർ, സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ വ്യക്തിത്വങ്ങൾ, നാട്ടുകാർ തുടങ്ങിയവർ പങ്കെടുത്തു. സ്വാഗത സംഘം ചെയർമാൻ KS മുരളി സ്വാഗതവും ഡോക്ടർ ഷിയാസ് ഹുറൈർകുട്ടി നന്ദിയും പറഞ്ഞു. GCC ചാലിശ്ശേരിയും മഹാത്മാ ചാരിറ്റബിൾ ട്രസ്റ്റ് മൂക്കിലപ്പീടികയും ചേർന്ന് നടത്തുന്ന 2ാമത് അഖില കേരള ഫുട്ബോൾ ടൂർണമെന്റിന്റെ സീസൺ ടിക്കറ്റ് വിൽപ്പന ഉദ്ഘാടനം പ്രശസ്ത സിനിമാ കലാസംവിധായകൻ അജയൻ ചാലിശ്ശേരി നിർവഹിച്ചു. GCC ക്ലബ് ഹൌസിൽ നടന്ന ചടങ്ങിൽ ടൂർണമെന്റ് കമ്മിറ്റി ചെയർമാൻ ഫൈസൽ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. ടൂർണമെന്റ് കമ്മിറ്റി കൺവീനർ ഷാജഹാൻ നാലകത്ത്, ട്രഷറർ ജിജു ജേക്കബ്, K ബാബുനാസർ, TM കുഞ്ഞിക്കുട്ടൻ, CV മണികണ്ഠൻ, AM ഇക്ബാൽ, PK മോഹൻദാസ് തുടങ്ങിയവർ സംസാരിച്ചു. ഫെബ്രുവരി 1-ാം തീയതി മുതൽ ചാലിശ്ശേരി സ്കൂൾ മൈതാനിയിലാണ് അഖില കേരള ഫുട്ബോൾ ടൂർണമെന്റ് നടക്കുക. റണ്ണേഴ്സ് പെരിങ്ങോട് ആരോഗ്യ കൂട്ടായ്മയിലൂടെ പരിശീലനം നേടി വിവിധ കേന്ദ്ര സംസ്ഥാന സർവീസുകളിൽ നിയമനം നേടിയവരെ അനുമോദിക്കുന്നതിന്റെ ഭാഗമായി യാത്രയയപ്പ് ഓട്ടവും അനുമോദന ചടങ്ങും നടത്തി. BSF, CRPF, CISF, SSB, ITBP, അസം റൈഫിൾസ് തുടങ്ങി കേന്ദ്ര സംസ്ഥാന സർവീസുകളിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട 11 പേർക്കാണ് യാത്രയയപ്പ് നൽകിയത്. ഞായറാഴ്ച രാവിലെ പെരിങ്ങോട് ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ നിന്നാരംഭിച്ച് ചാലിശ്ശേരി സെന്ററിലെത്തിയ ശേഷം തിരിച്ചെത്തിയ 10 കിലോമീറ്റർ യാത്രയയപ്പോട്ടത്തിൽ സെലക്ഷൻ ലഭിച്ച 11 പേരെ കൂടാതെ റണ്ണേഴ്സ് പെരിങ്ങോട് അംഗങ്ങളും നാട്ടുകാരുമടക്കം 100ഓളം പേർ പങ്കെടുത്തു. ഫോറസ്റ്റ് ഉദ്യോഗസ്ഥനും മാരത്തൺ ഓട്ടക്കാരനുമായ MP മണിയാണ് പരിശീലകൻ. തുടർന്നു നടന്ന ചടങ്ങിൽ നിയമനം ലഭിച്ചവരെ മൊമെന്റോ നൽകി അനുമോദിച്ചു. പെരിങ്ങോട് ഹൈസ്കൂൾ പ്രധാനാധ്യാപിക V ശ്രീകല, അഡ്വക്കേറ്റ് പൂമുള്ളിമന നീലകണ്ഠൻ, പൂമുള്ളിമന വാസുദേവൻ, കായികാധ്യാപകനായ KP വാസുദേവൻ, V രാമചന്ദ്രൻ മാസ്റ്റർ, PTA പ്രസിഡന്റ് K രാധാകൃഷ്ണൻ, ഈവനിംഗ് സ്പോർട്സ് ക്ലബ് പ്രസിഡന്റ് A സേതുമാധവൻ, അസിസ്റ്റന്റ് കോച്ച് വിപിൻ VG തുടങ്ങിയവർ സംസാരിച്ചു. അർഹരായ ക്ഷീര കർഷകർക്ക് പശുക്കളെ വാങ്ങി നൽകി കൈത്താങ്ങായി ആനക്കരയിലെ കൂട്ടായ്മ. ആനക്കര സ്കൈലാബിൽ പ്രവർത്തിക്കുന്ന സായാഹ്നം സീനിയർ സിറ്റിസൺസ് റിക്രിയേഷൻ ക്ലബിന്റെ നേതൃത്വത്തിലാണ് പശുക്കളെ വാങ്ങി നൽകിയത്. ക്ലബ് അംഗങ്ങൾ കാലങ്ങളായി സ്വരൂപിച്ച തുക ഉപയോഗിച്ചാണ് തിരഞ്ഞെടുത്ത 19 ക്ഷീര കർഷകർക്ക് പശുവിനെ വിതരണം ചെയ്തത്. കപ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷറഫുദ്ദീൻ കളത്തിൽ ഉദ്ഘാടനം ചെയ്തു. ക്ലബ്ബ് ട്രഷറർ പ്രേമരാജൻ എഴഞ്ഞിക്കൽ അധ്യക്ഷനായി. ക്ലബ്ബ് പ്രസിഡന്റ് MM അച്യുതൻകുട്ടി, വൈസ് പ്രസിഡന്റ് V കൃഷ്ണദാസ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം KV ബാലകൃഷ്ണൻ, പഞ്ചായത്ത് അംഗം ഹസീന ബാൻ, ഷിഫീഖ് A രാവുണ്ണിക്കുട്ടി, നന്ദകുമാർ, മിനിമോൾ എന്നിവർ സംസാരിച്ചു. നമുക്കറിയാം, നമ്മളൊക്കെ ഇവിടെ ക്ലബ്ബുകളുണ്ട്, വായനശാലകളുണ്ട്, ഒരുപാട് സാംസ്കാരിക കൂട്ടായ്മകളുണ്ട്, ഒരുപാട് വാട്സപ്പ് കൂട്ടായ്മകളൊക്കെ ഉണ്ട്. അവരൊക്കെ ഇന്ന് ലക്ഷക്കണക്കിന് രൂപ പലതരത്തിലും പല പരിപാടികൾക്കായിട്ട് പല രീതിയിലും സംഭാവനകൾ നൽകിയിട്ട് വലിയ തരത്തിലുള്ള പ്രവർത്തനങ്ങൾ, ജീവകാരുണ്യ പ്രവർത്തനങ്ങളൊക്കെ ഏറ്റെടുക്കുകയാണ്. പക്ഷെ ഇത്തരത്തിലുള്ള ഇതുപോലെയുള്ള സീനിയർ സിറ്റിസൺ ക്ലബ്ബ് എടുത്ത് നടത്തുന്ന പ്രവർത്തനങ്ങളെ പോലെ, ഇപ്പൊ ഇവിടെ നടത്തുന്ന പ്രവർത്തനങ്ങളെ പോലെയുള്ള പ്രവർത്തനങ്ങൾ
അങ്ങനെയുള്ള സംഘടനകളൊക്കെ ഏറ്റെടുത്ത് നടത്തുകയാണെങ്കിൽ നമ്മുടെ രാജ്യത്ത് അല്ലെങ്കിൽ നമ്മുടെ പ്രദേശത്ത്, നമ്മുടെ ഈ പരിസര പ്രദേശങ്ങളിലൊക്കെയുള്ള അർഹതപ്പെട്ട കുടുംബങ്ങളിലേക്ക് അവർക്കൊരു വരുമാന മാർഗമായിട്ട് നമുക്ക് എത്തിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു പ്രവർത്തനമായി മാറുകയും ആ പ്രവർത്തനത്തിലൂടെ നാളെ ഒരുപാട് കുടുംബങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് അവർക്ക് ജീവിക്കാൻ ആവശ്യമായ ഒരു ചുറ്റുപാട് ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഈ പരിപാടിയുടെ ഏറ്റവും വലിയ മഹത്വം. കേരള സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ ജില്ലാ സമ്മേളനം കൂറ്റനാട് നടന്നു. സമ്മേളനത്തോടനുബന്ധിച്ച് ശനിയാഴ്ച വൈകിട്ട് ന്യൂ ബസാറിൽ നിന്നും കൂറ്റനാട് ബസ് സ്റ്റാൻഡ് വരെ അധ്യാപകരുടെ പ്രകടനമുണ്ടായി. തുടർന്ന് കൂറ്റനാട് ബസ് സ്റ്റാൻഡിൽ സജ്ജീകരിച്ച സീതാറാം യെച്ചൂരി നഗറിൽ നടന്ന പൊതുസമ്മേളനം മന്ത്രി MB രാജേഷ് ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് K അജില അധ്യക്ഷയായി. സംസ്ഥാന സെക്രട്ടറിമാരായ AK ബീന, MK നൌഷാദ് അലി, സംസ്ഥാന വൈസ് പ്രസിഡന്റ് MA അരുൺകുമാർ, സംസ്ഥാന നിർവാഹക സമിതി അംഗം K പ്രഭാകരൻ, സംസ്ഥാന സമിതി അംഗങ്ങളായ K പ്രസാദ്, L ഉമാ മഹേശ്വരി, M ഗീത എന്നിവർ സംസാരിച്ചു. ജില്ലാ സെക്രട്ടറി MR മഹേഷ് കുമാർ സ്വാഗതവും സ്വാഗത സംഘം കൺവീനർ PP ഷാജു നന്ദിയും പറഞ്ഞു. ഞായറാഴ്ച പൊതുചർച്ച, മറുപടികൾ, പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുക്കൽ എന്നിവയോടെ സമ്മേളനം സമാപിച്ചു. കേരളത്തിന്റെ നികുതി വരുമാനത്തിൽ റെക്കോർഡ് വർധനവുണ്ടായ കാലമാണ് ഈ കാലം. കേരളത്തിന്റെ നികുതി വരുമാനത്തിൽ റെക്കോർഡ് വർധനവുണ്ടായിട്ടും എന്തുകൊണ്ട് കേരളം ഇങ്ങനെ ശ്വാസം മുട്ടുന്നു? ആ കാര്യമൊന്ന് നേരെ ചൊവ്വെ വളച്ചു കെട്ടാതെ മനുഷ്യന് മനസ്സിലാവുന്ന നിലയിൽ പറയാൻ ഈ മാധ്യമങ്ങൾ ഒന്നും തയ്യാറല്ല. നിർവാഹമില്ലാതെ ചില വാർത്ത ആരും അറിയരുതെന്ന് നിർബന്ധത്തിൽ കൊടുക്കുന്നുണ്ട്. അമ്മായി കുടിച്ചു പാൽക്കഞ്ഞി എന്ന് പറയുന്നത് പോലെ ഞങ്ങളും കൊടുത്തു വാർത്ത എന്ന് വരുത്താൻ കൊടുക്കുന്നത് അല്ലാതെ മനുഷ്യൻ മനസ്സിലാവുന്ന തരത്തിൽ കൊടുക്കുകയില്ലെങ്കിൽ കേരളത്തിന്റെ നികുതി വരുമാനം റെക്കോർഡ് വർധനവുണ്ടായിട്ടും റവന്യൂ ചെലവ് പൂർണ്ണമായും നിയന്ത്രിച്ചിട്ടും ധനക്കമ്മിയെല്ലാം കുറച്ചിട്ടും റവന്യൂ കമ്മി കുറച്ചിട്ടും എന്തുകൊണ്ട് കേരളം ഈ ഞെരുക്കം നേരിടുന്നു? ഒറ്റ കാരണമേ ഉള്ളൂ. രണ്ടാമതൊരു കാരണമില്ല, ഒരേ ഒരു കാരണമേ ഉള്ളൂ. ആ കാരണം കേന്ദ്ര സർക്കാർ പകയോടെ പ്രതികാരബുദ്ധിയോടുകൂടി കേരളത്തെ വേട്ടയാടുന്നതാണ്. ജ്യോതിസ് സമഗ്ര വിദ്യാഭ്യാസ പദ്ധതിയുടെ ഭാഗമായി മരുതൂർ ALP സ്കൂളിൽ അറിവുത്സവം സംഘടിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് മെമ്പർ AN നീരജ് ഉദ്ഘാടനം ചെയ്തു. ജ്യോതിസ് സമഗ്ര വിദ്യാഭ്യാസ പദ്ധതിയുടെ ഭാഗമായാണ് മരുതൂർ ALP സ്കൂളിൽ അറിവുത്സവം സംഘടിപ്പിച്ചത്. 2 ദിവസങ്ങളിലായാണ് അറിവുത്സവം ക്യാമ്പ് നടക്കുന്നത്. കുട്ടികളുടെ കഴിവുകൾ അവർക്കു തന്നെ കണ്ടെത്തുവാനും നേട്ടങ്ങളുണ്ടാക്കുവാനും അതിലൂടെ സന്തോഷിക്കുവാനും സാധിക്കുന്നതിന് ഒരുക്കുന്ന പ്രവർത്തനങ്ങളാണ് അറിവുത്സവത്തിലൂടെ നടത്തപ്പെടുന്നത്. ശരീരവും മനസ്സും ഇഴുകിച്ചേർന്ന് പ്രവർത്തിക്കുമ്പോഴാണ് ഏറ്റവും നല്ല പഠനം നടക്കുന്നത്. കളിക്കുവാനും സാഹസിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുവാനും കുസൃതികൾ പ്രദർശിപ്പിക്കുവാനും നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുവാനും ഉപകരണങ്ങൾ കൈകാര്യം ചെയ്യുവാനും പാചകമടക്കമുള്ള വീട്ടുജോലികൾ ചെയ്യുവാനും അവർക്ക് താല്പര്യവും കഴിവുമുണ്ട്. ഇവയ്ക്കെല്ലാമുള്ള അവസരങ്ങളാണ് അറിവുത്സവത്തിൽ ലഭിക്കുന്നത്. ജില്ലാ പഞ്ചായത്ത് മെമ്പർ AN നീരജ് അറിവുത്സവം ഉദ്ഘാടനം ചെയ്തു. ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രതി ഗോപാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ അഭിജിത്ത് TM ക്യാമ്പ് വിശദീകരണം നടത്തി. സ്വാഗത സംഘം ചെയർമാൻ മാലതി, ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജലജ ശശികുമാർ, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ പ്രസന്ന, വാർഡ് മെമ്പർ ഷിഹാബ് VT, PTA പ്രസിഡന്റ് അലി VP, ജ്യോതിസ് കോർഡിനേറ്റർ P നാരായണൻ, മുൻ പ്രധാനാധ്യാപകൻ AM നാരായണൻ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. കുട്ടികളുടെ വിവിധ പരിപാടികളും ഉണ്ടായിരുന്നു. അറിവുത്സവം ഞായറാഴ്ച സമാപിക്കും. സമാപന സമ്മേളനം ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് TP രജീഷ് ഉദ്ഘാടനം ചെയ്യും. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ KT പുഷ്പലത അധ്യക്ഷത വഹിക്കും. മലമക്കാവ് അയ്യപ്പ ക്ഷേത്രത്തിലെ താലപ്പൊലി മഹോത്സവം ആഘോഷിച്ചു. ദേവസ്വത്തിന്റെയും വിവിധ നാട്ടുതാലപ്പൊലി ആഘോഷ കമ്മിറ്റികളുടെയും ആഭിമുഖ്യത്തിലായിരുന്നു ആഘോഷ പരിപാടികൾ ഒരുക്കിയത്. ഡോക്ടർ മുരളി നമ്പീശൻ നയിച്ച മേളത്തോടുകൂടി എഴുന്നള്ളിപ്പുണ്ടായി. ഉച്ചയ്ക്ക് ദേവസ്വം എഴുന്നള്ളിപ്പ്, താലപ്പൊലി പാലക്കുന്നത്തേക്കുണ്ടായി. തിറ, പൂതൻ, കാളവേല എന്നിവയോടുകൂടിയാണ് താലപ്പൊലി എത്തിയത്. വൈകിട്ട് വഴിക്കടവ് പൂരാഘോഷ കമ്മിറ്റിയുടെ എഴുന്നള്ളിപ്പും നടന്നു. തുടർന്ന് വിവിധ ആഘോഷവരവുകളും ഉണ്ടായി. വൈകിട്ട് ദീപാരാധന, അത്താഴപൂജ, ശീവേലി എന്നിവയ്ക്ക് ശേഷം രാത്രി 11 മണിക്ക് കാഞ്ഞിരങ്ങാട് അരുൺരാജും സംഘവും അവതരിപ്പിച്ച തായമ്പകയും അരങ്ങേറി.
പട്ടാമ്പി നെടുങ്ങനാട് മുത്തശ്ശിയാർക്കാവിൽ ജനുവരി 14 നടക്കുന്ന മകരച്ചൊവ്വ തിരുപ്പുറത്ത് നിവേദ്യത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. നിവേദ്യത്തിനുള്ള ഉൽപ്പന്നങ്ങളുടെ പാക്കിംഗും നടന്നു. പട്ടാമ്പി നെടുങ്ങനാട് മുത്തശ്ശർക്കാവിൽ ജനുവരി 14 നടക്കുന്ന മകരച്ചൊവ്വ തിരുപ്പുറത്ത് നിവേദ്യത്തിനുള്ള ഒരുക്കങ്ങളുടെ ഭാഗമായാണ് തിരുപ്പുറത്ത് നിവേദ്യത്തിലേക്ക് ആവശ്യമായ കലം, കരി, ശർക്കര, വിറക്, ചട്ടുകം എന്നിവയുടെ പാക്കിംഗ് നടന്നത്. മാതൃസമിതി അംഗങ്ങളുടെയും സംരക്ഷണ സമിതി അംഗങ്ങളുടെയും നേതൃത്വത്തിലായിരുന്നു ഒരുക്കങ്ങൾ. ക്ഷേത്രം പ്രസിഡന്റ് വി രവീന്ദ്രൻ, സെക്രട്ടറി രമേശ് ബാബു തുടങ്ങിയവർ ഒരുക്കങ്ങൾക്ക് നേതൃത്വം നൽകി. തളി പിലക്കാട് നടുവട്ടം ശ്രീ അയ്യപ്പ ക്ഷേത്രത്തിൽ ദേശവിളക്ക് മഹോത്സവം ഭക്തിസാന്ദ്രമായി. ഉഷപൂജ, പറപ്പുറപ്പാട് എന്നിവയ്ക്ക് ശേഷം മാളികപ്പുറങ്ങളുടെയും താലത്തിന്റെയും ഉടുക്കുപാട്ടിന്റെയും അകമ്പടിയോടെ പാലക്കൊമ്പ് എഴുന്നള്ളിച്ചു. ദീപാരാധന, തായമ്പക, തുടർന്ന് വിളക്കുപാട്ട്, അയ്യപ്പജനനം, പാൽക്കുടം എഴുന്നള്ളിപ്പ്, തിരിയൊഴിച്ചിൽ, വെട്ടുംതട എന്നീ ചടങ്ങുകളോടെ വിളക്കാഘോഷത്തിന് സമാപനമായി. വിളക്ക് യോഗത്തിന് ഞാങ്ങാട്ടി വിളക്ക് സംഘം മാധവൻ വെളിച്ചപ്പാടും പാർട്ടിയും നേതൃത്വം നൽകി. ആഘോഷ കമ്മിറ്റി ഭാരവാഹികൾ, മറ്റ് അംഗങ്ങൾ എന്നിവർ നേതൃത്വം നൽകി. അന്നദാനവും ഒരുക്കിയിരുന്നു. പാലക്കാട് ജില്ലാ ട്രോമോ കെയർ അപകട രക്ഷാ പ്രവർത്തനത്തിന് പൊതുജനങ്ങളെ പ്രാപ്തരാക്കുക എന്ന ലക്ഷ്യത്തോടെ നടത്തുന്ന 1ാം ഘട്ട വളണ്ടിയർ പരിശീലനം വട്ടേനാട് ഹൈസ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്നു. ജില്ലാ വൈസ് പ്രസിഡന്റ് രാജു ഉദ്ഘാടനം ചെയ്തു. ജില്ലാ ജനറൽ സെക്രട്ടറി ഷമീർ പട്ടാമ്പി, അക്ബർ തൃത്താല, ഉമ്മർ കൂനമുച്ചി, രാമൻകുട്ടി എന്നിവർ ക്ലാസുകൾക്ക് നേതൃത്വം നൽകി. 150ഓളം പേർ പങ്കെടുത്തു. ഇതോടെ നിളയോർ വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.